ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിളവെടുപ്പ് തുടങ്ങി. ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ മീനുകൾ നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് വിറ്റു. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം രൂപ വളരെ ലാഭകരമായിരിക്കും. തീർച്ചയായിട്ടും ഈ കൃഷി നമുക്കൊരു 7 വർഷത്തോളം ചുരുങ്ങി നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. അപ്പോൾ 6 മാസമാണ് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കാലാവധി. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഓരോ ബാച്ച് പുതിയ ബാച്ചിൽ ഇടാനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ 7 വർഷം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ടാങ്കുകളാണിത്. 40% സബ്സിഡിയാണ്, ഗവൺമെന്റ് സബ്സിഡിയാണ്. സാധാരണ പോലെ വെള്ളം വറ്റിച്ച് മൊത്തത്തിൽ മീൻ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര മീനാണോ ഇതിൻ്റെ അകത്ത് വേണ്ടത് അത് സെലക്ട് ചെയ്ത് പിടിക്കാം. ബാക്കിയുള്ളതിന് തിരിച്ച് ചെറുതാണെങ്കിൽ തിരിച്ച് അതിലേക്ക് ഇടാം. ഇതിന്റെ കണ്ണിന്റെ സൈസിനനുസരിച്ചാണ് ഇതിന്റെ തീറ്റ എന്നും കൂടെ നമുക്ക് പറയാം. വീണ്ടും 2000 കുഞ്ഞ് അവർ സൗജന്യമായിട്ട് തന്നെ നമുക്ക് തന്നു. കിലോയ്ക്ക് 250 രൂപയാണ് നമ്മൾ വില നിശ്ചയിച്ചേക്കുന്നത്. പിന്നെ ഇതുവരെ നമുക്ക് ആ വില കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. ശരിക്കും ഈ മീൻ കൃഷി ലാഭകരമാണ് എന്ന് പറയുമ്പോൾ പലർക്കൊക്കെ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയേക്കാം. പക്ഷേ അതല്ല, മീൻ കൃഷി ലാഭകരമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. കൊല്ലം ജില്ലയിലെ കുരിയോട്ടുമല ഡയറി ഫാമിൻ്റെ സൂപ്രണ്ട് സുരേഷാണ്. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടറെ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുരിയോട്ടുമല ഫാമിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ, ഇല്ലയോ? അതെ. ഓക്കെ. അപ്പം ഡോക്ടറെ, നമുക്ക് ശരിക്കും ഈ മീൻ കൃഷി ലാഭകരമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ചിലർക്കൊക്കെ സംശയമുണ്ട്, ഇത് മീൻ കൃഷി വലിയ കാര്യമൊന്നുമില്ല, ഇത് നഷ്ടത്തിലേ പോകും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ലാഭകരമാണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അപ്പം അതാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. നമുക്ക് ഇതൊരു ബയോഫ്ലോക്ക് സംരംഭമാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഒരു സബ്സിഡി സ്കീമിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, പദ്ധതിയാണ്. ഇതിൽ ഒരു 100 മീൻ ഇടുന്ന ഒരു സ്ഥലത്ത് ഒരു 1000 മീനെ വളർത്തുന്ന രീതി, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു 1000 മീനെ ഇടുക എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഇതിപ്പോ നമ്മൾ അടുത്ത ഇതിലേക്ക് സജ്ജീകരിക്കുകയാണ്. അടുത്ത ബാച്ച് ഇടാനായിട്ട് ഇതിനകത്ത് ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിന്റെ അകത്ത് നമുക്ക് ചെയ്യാം. 1000 മീനെ വളർത്താൻ പറ്റും. 1000 അല്ല, ഇതിനകത്ത് 2000 മീൻ കടന്നിരുന്നതാണ്. 2000 മീനോ? ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ശരിക്കും ഇത് ഏതൊക്കെ ഇനത്തിലെ മീനുകളാണ് നമ്മൾ? നമുക്ക് കൂടുതലും തിലാപ്പിയ വർഗ്ഗമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നീട് വാള പോലുള്ള വർഗ്ഗങ്ങളും നമുക്ക് ഇനങ്ങളും നമുക്ക് വളർത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ വെയിറ്റ് വെക്കുന്നതും ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്നതും തിലാപ്പിയ വർഗ്ഗമാണ്. അപ്പോഴേ നമുക്ക് ഈ ഒരു ടാങ്കിൽ 2000, ഇത് നമുക്ക് 2000 കുഞ്ഞുങ്ങളെ വരെ ഇതിന്റെ അകത്ത് ഇടാം. വളർന്നു കഴിയുമ്പോഴും 2000 കുഞ്ഞുങ്ങൾ തന്നെ. അത് തന്നെ വളർന്നു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇതിൽ പിടിച്ച മീനല്ലയോ കിടക്കുന്നത്? ഇതല്ല, അല്ലയോ? അതെ അതെ. ഇതിപ്പോ പിടിച്ച് ഏറ്റവും വലിപ്പം കുറഞ്ഞ മീനുകളാണ്. അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇതിനൊക്കെ പിടിച്ച് അവസാനം ചെറിയ മീനുകളാണ് ബാക്കി വന്നിരിക്കുന്നത്. ഓ, അത് ശരി. എന്നാലും എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരു 400 ഗ്രാമുള്ളതൊക്കെ ഉണ്ട്. ചെമ്പല്ലിക്കോരയുടെ കളറുള്ള മീനൊക്കെ ഉണ്ടല്ലേ? അത് ഇതിന്റെ തന്നെ വെറൈറ്റിയാണ്, ഈ തിലാപ്പിയുടെ തന്നെ. ഓ, അത് ശരി. ഇത് നമ്മൾ മറ്റേ ടാങ്കിലേക്ക് മാറ്റുമല്ലോ? ആ ടാങ്കിലേക്ക് ഇതിനെ മാറ്റും. അല്ല, ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഓടിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ എത്ര സംഭരണ ശേഷിയുള്ള ടാങ്ക് ആയത്? അങ്ങനെയാണ് ഇതിന്റെ അളവ് പറയുന്നത്? 160 m³ ആണ് ഇതിന്റെ ഇതിന്റെ കൂടെ കപ്പാസിറ്റി. 160 m³. അപ്പൊ നമുക്ക് ശരിക്കും ഒരു സാധാരണ നമുക്ക് കുറച്ച് നല്ല ഈ വസ്തുക്കളുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു 3 കുളം മതി, മീൻ കുളം. ഇതിന് ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ബയോഫ്ലോക്ക്. ഈ 3 ബയോഫ്ലോക്ക്. ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എയറേഷൻ, അത് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ എയറേഷൻ കൊടുക്കണം. അപ്പോൾ എയറേഷൻ കൊടുക്കാനുള്ള മോട്ടറുകൾ, അതിന്റെ ജനറേറ്റർ ഉൾപ്പെടെ കിട്ടുന്ന സബ്സിഡി കിട്ടും. ഇതിനൊക്കെ നമ്മൾ സബ്സിഡി, അതായത് 40% സബ്സിഡിയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തരുന്നത്. ഇതിന്റെ മൊത്തം പ്രോജക്ട് കോസ്റ്റ് മീൻ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 7 ലക്ഷം രൂപയാണ്. ഓ, അത് ശരി. അതില് നമുക്ക് 40% അവർ സബ്സിഡി. ഇതിപ്പോ ഒരു സാധാരണ ഇപ്പൊ ഞാൻ ഒരു ഈ മീൻ വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനാണ്, എനിക്കും ഇതേ സബ്സിഡി തന്നെ കിട്ടും? അതെ, കിട്ടൂല്ലേ? കിട്ടും. അതൊരു ഗുണഭോക്താക്കൾ ഇതിനു വേണ്ടി അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. നമുക്കിപ്പോ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം ആളുകൾ വീട്ടിൽ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ നിരവധി ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരു സർക്കാരിൻ്റെ ഒരു ഫാം അവിടെ ഇത്തരത്തിലുള്ള മീൻ കൃഷിയൊക്കെ നടത്തി ലാഭകരമായി മാറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ ശരിക്കും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സൂപ്രണ്ട് ഇവിടെ ഡോക്ടറോട് വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ ഇത്തരം പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ കുരിയോട്ടുമലയിൽ വരുന്നത്. ശരിക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനുള്ളൊരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് വെറുതെ കിടന്നിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഈ സ്കീം അവർ കഴിഞ്ഞ വർഷം 2024 മെയ് 31 ഇതിനകത്ത്
ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇട്ടത്. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിളവെടുപ്പ് തുടങ്ങി. ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ മീനുകൾ നമ്മളിപ്പോൾ 1 വർഷം കൊണ്ട് വിറ്റു. 1 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ. ഈ ഒരു ടാങ്കിന്റെ ഡ്യൂറബിലിറ്റി പറഞ്ഞത് ഇതൊരു 7 മുതൽ 10 വർഷം വരെ ഈ ടാങ്ക് ഉപയോഗിക്കാന്നാണ്. ഒരു പ്രശ്നവുമില്ലാതെ. ഫൈബർ ഷീറ്റ്. അതെ അതെ, ഷീറ്റാണ് ഇത്. മറ്റേ 550 GSM-ന്റെ സെൽഫോൺ ഷീറ്റാണ്. ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി കിട്ടും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിനുള്ള സജ്ജീകരണം ചെയ്തു തരുന്നുണ്ട്. നമുക്ക് അത് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ മീൻ വളർത്തൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ ഇവിടെ വന്നാൽ അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കും. ഇതിന് ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ് തരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് ഈ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ടാങ്കുകൾ കാലിയാക്കിയപ്പോൾ വീണ്ടും 2000 കുഞ്ഞ് അവർ സൗജന്യമായിട്ട് തന്നെ നമുക്ക് തന്നു. അത് ശരി, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നു. അപ്പോൾ സൗജന്യമായിട്ടുള്ള ആ 2000 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ 2 ടാങ്കിലുമായിട്ട് കിടക്കുന്നത്. ഇത് പിടിക്കാൻ ഇതിപ്പോൾ 1 മാസം ആയിട്ടുള്ളൂ. എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്? ഫുഡ് നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ, ഒരു പ്രായത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ കണ്ടന്റുള്ള തീറ്റയുണ്ട്. 0.8 മുതൽ 4 വരെ സൈസ് ഉള്ളതുണ്ട്. 0.8, 0.6, 0.8, 1.2, 1.8 അങ്ങനെ ഓരോ പ്രായത്തിനും വെയിറ്റിനും അനുസരിച്ച് നമ്മളിതിനെ തീറ്റ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് വളരെ തികച്ചും ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ബയോഫ്ലോക്ക് വരുമ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള എയറേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ നമ്മൾ CCTV കൂടെ വെച്ചിട്ടുണ്ട്. CCTV അതിനകത്ത് പറയുന്നുണ്ട് സ്കീമിൽ. CCTV വെച്ച് ആ CCTV നമ്മൾ കൃത്യമായി ഫുൾ ടൈം 24 മണിക്കൂർ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയിലാണ് അതുകൊണ്ട് നമുക്ക് അപകടങ്ങളോ ഇങ്ങനത്തെ നഷ്ടങ്ങളോ ഒന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് ഈ ബയോബോക്സ് അല്ലേ, ബയോഫ്ലോക്ക് തെറ്റിപ്പോവാണ് ശരിക്കും. ഈ ബയോഫോക്സിൽ നമ്മളിപ്പം ഈ ഒരു ടാങ്കിൽ 2000 കുഞ്ഞുങ്ങളെ വരെ നമുക്ക് മാക്സിമം ഇടാം. അത് വളർന്നാലും അത്രയും ഒരു വിഷയമില്ല. ഈ പറയുന്ന 2000 കുഞ്ഞു വലിയ മത്സ്യങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുഞ്ഞ് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മാസം അല്ല വന്നപ്പോ തന്നെ എല്ലാം ഓടി കൊണ്ടിട്ട് തരുവാന്നല്ലേ. എന്തോ തീറ്റ കൊടുക്കാൻ പാവങ്ങളില്ല വല്ല ഉണ്ട് തീറ്റ കൊടുക്കാം അതല്ലേ. മത്സ്യം കുറച്ച് തീറ്റ എടുക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് 2000 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ പറ്റും. ഭയങ്കര സംഭവം. 2000 കുട്ടിയാണ് നമ്മളിപ്പോ ഇട്ടത്. നമ്മളിപ്പോ കൂടുതൽ മീൻ ഇപ്പൊ ഇനി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1000 എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടു. ഓ അത് ശരി. ഇനി നമുക്ക് കൂടുതൽ മീൻ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വീണ്ടും ഇട്ട് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഇതുപോലെ ഒരു 3 ബയോ ഫ്ലോക്സിൽ നമ്മളിപ്പോൾ മീൻ കൃഷി നമ്മൾ ആരംഭിച്ചു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തുടങ്ങുക. ഇത് നമുക്ക് ഒരു 10 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇത് കൃഷി ചെയ്യാമല്ലോ. നമുക്ക് സാറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കും സാറേ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ 1. ഇത് 2 എന്ന സൈസിലുള്ളതാണ്. കുഞ്ഞ് ഇതെല്ലാം ഇതിനേക്കാൾ ചെറുതുണ്ട്. 0.6ഉം 0.8. ഇതിപ്പോൾ തിന്നാനുള്ള പ്രായം സൈസ് കഴിഞ്ഞ് ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള പ്രായമല്ല, ആക്ച്വലി ഇതിന്റെ വെയിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കാനൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് 2-3 എടുക്കും, വെയിറ്റ് എടുക്കും, ആവറേജ് വെയിറ്റ് എടുക്കും. അതിനനുസരിച്ചാണ് ശരിക്കും ഇതിന്റെ തീറ്റ കണക്കാക്കേണ്ടത്. ഇതിന്റെ കണ്ണിന്റെ സൈസിനനുസരിച്ചാണ് ഇതിന്റെ തീറ്റ എന്നും കൂടെ നമുക്ക് പറയാം അൺഒഫീഷ്യലി പറയുമ്പോൾ. അത് ശരി, നല്ലൊരു ഇൻഫർമേഷൻ അല്ലേ സാറേ. ശരിക്കും ഈ മീനിന്റെ കണ്ണിന്റെ ഒരു കടുവിനെക്കാളും കുറച്ചും കൂടെ വലുപ്പമേ ഉള്ളൂ സാധനം. ഇത്രയൊക്കെ ഉള്ളൂ ഈ മീനിന്റെ കണ്ണിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ആക്ച്വലി നമ്മൾ അൺഒഫീഷ്യലായിട്ട് തീറ്റ സെലക്ട് ചെയ്യാൻ. അതൊരു മാനദണ്ഡം കൂടിയാണ്. അപ്പൊ നമുക്കിത് ശരിക്കും ഈ ഫുഡൊക്കെ ഈ ഫിഷറി സോപ്പ് തന്നെയാണോ തരുന്നത്? ഈ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ടെൻഡറും കൊട്ടേഷനും ഒക്കെ ആക്കി പുറത്തുനിന്ന് വാങ്ങിക്കുവാണ്. ഇതൊന്നും ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഓൾറെഡി പലരും ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഈ പായലൊക്കെ ഓൾറെഡി ഇതിനകത്ത് തന്നെ ഉണ്ടായതാണോ? ഇത് ശരിക്കും ഈ ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു 25% തീറ്റ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കുവാണ്. ഒരു കാർബൺ സോഴ്സ് ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റിന്റെ പൗഡറൊക്കെ ഇട്ട് നമ്മൾ ഷുഗർ എല്ലാം ഇട്ട് ഇതിൻ്റെ pH എല്ലാം കൺട്രോൾ ചെയ്ത് ഇതിന്റെ അകത്തുനിന്ന് 25% തീറ്റ ഇതിന്റെ അകത്തുനിന്ന് കിട്ടും. നല്ല പണിയുണ്ട്. എല്ലാം ടെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഭക്ഷണം മാത്രം നമ്മൾ പുറത്തുനിന്ന് കൊടുത്താൽ മതി. ഇതിനകത്ത് ഒരു ഓർഗാനിസംസ്, ഒരു മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായി, ഒരു ഫംഗസ് പോലെ അത് കട്ട പോലെ ആയി. അത് ഇവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പല്ല. അത് ഇവർ ഭക്ഷിച്ച് അങ്ങനെയാണ് ഇതിന്റെ ഒരു തീറ്റ ചെലവ് നമ്മൾ കുറയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ നമുക്ക് അപ്പം തരുന്ന ഒരു കുഞ്ഞുങ്ങൾ ശരിക്കും നമ്മൾ വിൽപ്പനയ്ക്ക് പാകമാവുന്ന എത്ര മാസം എടുക്കും? ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് 6 മാസം വേണമെന്നാണ്. 6 മാസം കഴിഞ്ഞ് നമുക്ക് ഇതിന് പക്ഷെ നമുക്കിവിടെ ഒരു 4-4.5 ആയപ്പോൾ തന്നെ വെയിറ്റ് കിട്ടി. നമുക്ക് എത്ര വെയിറ്റ് വരെ ഉള്ളത് നമ്മൾ കൊടുക്കുന്നത്? അതൊരു ഈ അലങ്കാര മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളോ? അല്ല, അത് വേറൊരു വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ നമുക്കൊരു 400 ഗ്രാം ആവറേജ് നമുക്ക് പിടിക്കാൻ കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു സാധാരണ ഒരു ഈ മീൻ വളർത്തൽ ഒരു കർഷകൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരു ബയോഫ്ലോക്ക് ആണ് എങ്കിൽ എടുക്കേണ്ട മുൻകരുതൽ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ജനറേറ്റർ സിസ്റ്റം വേണം.
പിന്നെ 365 ദിവസവും 24 മണിക്കൂറും സർവൈലൻസ് വേണം. അതിനുള്ള CCTV അതൊക്കെ സ്കീമിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ pH ചെക്ക് ചെയ്യുക, അതിൻ്റെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഒരു ബിസിനസ് എന്നതിലുപരി ഒരു പാഷൻ, ഇതിനോടൊരു പാഷൻ കൂടെ വേണം. ഈ വെള്ളം നമ്മൾ കയ്യിലെടുത്താൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഇത് നമുക്കൊരു കൂടുതൽ സ്മെല്ലോ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഇതിന്റെ സിസ്റ്റം ഉണ്ട്, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, ഡ്രെയിനേജ് ഉണ്ട്, തുറന്നു വിട്ടിട്ട് ഒരു കാൽഭാഗം വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നിറയ്ക്കുക. നമുക്കിപ്പോൾ കല്ലടയാറ് അടുത്തുള്ളതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും. അതൊരു വലിയ കാര്യം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കർഷകൻ, ഒരു മീൻ വളർത്തൽ തുടങ്ങുന്ന ഒരു കർഷകൻ നേരിടുന്ന വെല്ലുവിളി എന്തെങ്കിലും? വെല്ലുവിളി നമുക്ക് വിപണനം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. വിപണനം. അപ്പോൾ ശുദ്ധമായ മത്സ്യം കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും പൊതുജനങ്ങൾക്ക് ഇത് ഒരു കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഈ തിലാപ്പിയക്ക് പൊതുവെ ഒരു ചെളിയുടെ ചൊവ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. സാധാരണ തോടിൽ നിന്ന് പിടിക്കുന്ന മീനുകൾക്കാണ് കൂടുതൽ. ഇതിൽ നിന്ന് പിടിക്കുന്ന മീനുകൾക്ക് അങ്ങനെ ചെളിച്ചോവയില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ ദുർഗന്ധവും കുറവാണ് മീനുകൾ. അപ്പോൾ പിന്നെ നമുക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് ഒരു ഡെയിലി ഒരു 10, 12, 15 കിലോ നമുക്ക് ക്യാൻറ്റീനിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മത്സ്യം നമുക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോക്കൽ ചാനലൊക്കെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നോട്ടീസുകൾ, ബാനറുകൾ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ നമുക്ക് ഗേറ്റിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട് ബാനറിൽ. പിന്നെ നമുക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് വേണമെങ്കിൽ വരാം, അല്ല നേരിട്ട് വന്നാലും ഫാമിൽ വന്നാലും ഗേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിടിച്ചു കൊടുക്കും. കിലോയ്ക്ക് 250 രൂപയാണ് നമ്മൾ വില നിശ്ചയിച്ചേക്കുന്നത്. പിന്നെ ഇതുവരെ നമുക്ക് ആ വില കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. അല്ല, ആളുകളെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് ഫോർമാലിൻ പോലെയുള്ള അതിമാരകമായ വിഷാംശമിട്ട ഐസാണ് ഇപ്പം ഡയറക്റ്റ് വിതരണമല്ല പറഞ്ഞത്. ഇപ്പൊ ആ ഐസ് ഇട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ അതൊക്കെ വാങ്ങിച്ചാൽ അമൃത് പോലെ സേവിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു വിഷവും ഇല്ലാതെ ശുദ്ധമായ വെള്ളത്തിൽ നമ്മളെടുക്കുന്ന ഈ വളർത്തു മത്സ്യത്തിന്റെ ഡിമാൻഡ് ഇടിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ വലിയ ലോബികളാണെന്ന് സംശയമുണ്ട്. അല്ല, നമ്മൾ അല്ലയോ? എന്തായാലും നമുക്ക് ആ പ്രശ്നം നേരിടുന്നില്ല. അല്ല, പൊതുവേ ഈ സാധാരണ ഈ മീൻ വളർത്തൽ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം സാധാരണ ഈ നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ അറ്റ് എ ടൈം ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിപണി കണ്ടെത്താൻ പറ്റും. നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു ഫിഷ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഫിഷ് മാർക്കറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജില്ലയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ആ രീതിയിൽ കുറെ വിപണനങ്ങൾ സാധ്യമാവും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിടിച്ചെടുക്കാം. സാധാരണ പോലെ വെള്ളം വറ്റിച്ച് മൊത്തത്തിൽ മീൻ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര മീനാണോ ഇതിൻ്റെ അകത്ത് വേണ്ടത് അത് സെലക്ട് ചെയ്ത് പിടിക്കാം. ബാക്കിയുള്ളതിന് തിരിച്ച് ചെറുതാണെങ്കിൽ തിരിച്ച് അതിലേക്ക് ഇടാം. അതാണ് ബയോഫ്ലോക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഒരു കുളമാണെങ്കിൽ നമുക്ക് കുളം വറ്റിച്ച് പിടിക്കേണ്ട ആവശ്യം വരും. ഇതാകുമ്പോൾ നമുക്കത് വേണ്ട, മീനുകൾ അടുത്ത് വരും, നമ്മൾ വല വെച്ച് അങ്ങ് കോരി പിടിച്ചാൽ മതി. നമുക്ക് ആവശ്യമില്ല പോയി ജീവിക്കണം പറഞ്ഞു വിടുകയും ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് ഈ ബയോബ്ലോഗ് ഇവിടെ ഈ 3 ഉള്ളൂ, മറ്റു ഇത് 3 ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 8 കുളങ്ങൾ നമ്മൾ വേറെ കുഴിച്ചിട്ടുണ്ട്, നാച്ചുറൽ ഫണ്ട്. അതെ. അത് നമുക്ക് മുകളിൽ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു എഫ്ലുവന്റ് ഇതുണ്ട്. അവിടെ നിന്ന് നമുക്ക് പാഴായി പോകുന്ന വെള്ളം പുഴയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ തടഞ്ഞു നിർത്തി നമ്മൾ ഒരു വെള്ളം വെറുതെ വിടുന്നില്ല. അത് നമ്മൾ കാണാം. നമുക്ക് ഒരു 8 കുളങ്ങളിലാക്കി നമ്മൾ സജ്ജീകരണം. അവിടെ നമുക്കൊരു കരിമീൻ പ്രജനന യൂണിറ്റ് ഫിഷ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ശരി. അതായത് കരിമീൻ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ചു കൊടുക്കും. എനിക്ക് കേരളത്തിൽ അല്ല ഈ കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു 2-3 പേരെ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഈ കരിമീന്റെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റും കൂടെ ഇവിടെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുവാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയാണ് അതിന്റെ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന നമ്മുടെ കൊല്ലം ജില്ലയിൽ, കൊല്ലം അഷ്ടമുടിക്കായലാണ് പറയുന്നത്, ഏറ്റവും സ്വാദിഷ്ടമായ. അപ്പൊ എന്തായാലും നമ്മുടെ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ കരിമീൻ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഉരുവട്ടുമല ഫാമിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മത്സ്യം മാത്രമല്ല, നിങ്ങൾ എങ്ങനെ അതിനെ പരിപാലിക്കണം, എങ്ങനെ അതിനെ പിന്നെ നോക്കണം, അതിൻ്റെ എല്ലാ ട്രെയിനിങ് ഉൾപ്പെടെ തന്നാണ് ഇവിടുന്ന് വിടുന്നത് അല്ലേ സാറേ? അതിന് തന്നു വിടുന്നത്. തീർച്ചയായും അതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉരുവട്ടുമല ഫാമും ഒക്കെ ചേർന്നാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മീൻ വളർത്തൽ ലാഭകരമായ ബിസിനസ് തന്നെയാണ്. അത് വലിയ വെല്ലുവിളികൾ നേരിടേണ്ട ഒരു കാര്യമല്ല. ഡോക്ടറെ, നമുക്ക് മറ്റൊരു കാര്യം കൂടെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങണം, നമുക്ക് സാധാരണ ഒരു കർഷകന് എത്ര ഒരു എമൗണ്ട് വേണ്ടി വരും? ഇപ്പൊ ഞാൻ തന്നെ തുടങ്ങിയാൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണിത്, സബ്സിഡി സ്കീം. അപ്പൊ ഇത് 7 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ്. ഉൾപ്പെടെ സജ്ജീകരിക്കുന്നതിന് 7 ലക്ഷം രൂപയാവും. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു ടാങ്കുകൾക്ക് ഒരു 7 മുതൽ 10 വർഷം വരെ ഈടുനിൽപ്പ് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ കൃഷി നമുക്കൊരു 7 വർഷത്തോളം ചുരുങ്ങി നമുക്ക് തുടർന്നു. അപ്പൊ 6 മാസമാണ് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കാലാവധി. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക്
ഓരോ ബാച്ച് പുതിയ ബാച്ചിൽ ഇടാനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ 7 വർഷം നമുക്കിത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ടാങ്കുകളാണിത്. ഇതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ, അതായത് ജനറേറ്റർ ഉൾപ്പെടെയുള്ള സിസ്റ്റങ്ങളുടെ കണ്ടീഷൻ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഏതാണ്ട് 7 ലക്ഷം രൂപ തുടങ്ങാം നമുക്ക് ഒരു 3 ടാങ്ക് വെച്ച്. ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിൽ ചെറിയ ടാങ്കും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വ്യത്യസ്ത ഡയയുടെ കാണുമായിരിക്കും. നമുക്ക് പിന്നെ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും മാക്സിമം 160 മീറ്റർ ക്യൂബിന്റെ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് സബ്സിഡി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40% സബ്സിഡിയാണ്, ഗവൺമെന്റ് സബ്സിഡിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്തിട്ട് ഇതിന്റെ ബില്ലുകളും എല്ലാം സമർപ്പിച്ച് അവർ വന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് 40% സബ്സിഡി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഇപ്പം അത് 7 ലക്ഷം രൂപ 40% നമുക്ക് കിട്ടും. അതൊരു വലിയ സഹായമാണ്. അപ്പോൾ അതിന്റെ 60% നമ്മൾ മുടക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെത്. പിന്നെ ഇതിന്റെ വിപണനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് ഇതെന്തോ ചെയ്യുന്നത്, ഇതിപ്പം ഈ മീൻ ഓക്സിജൻ കൊടുക്കുവാന്നോ? ഇത് നമ്മൾ ഇപ്പോൾ ആവശ്യക്കാർ പെട്ടെന്നൊരു ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് പിടിച്ച് ഇതിനകത്ത് വലുത് തന്നെ പിടിക്കണമല്ലോ. അപ്പോൾ അത് പിടിക്കാനുള്ള ഒരു സൗകര്യത്തിന് നമുക്ക് വലിയ മീനുകളെ പിടിച്ച് നമ്മൾ ഇതുപോലെ ടാങ്കിലിട്ട് വെക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, അപ്പോൾ ബന്ധു മുതൽ ഇത് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ എയറേഷൻ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിടയ്ക്കുന്ന മീനെ കൊടുക്കാം, ലൈവായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി സിസ്റ്റം ഒരുക്കുകയാണ്. ഇങ്ങനെ ഒരു ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ. എനിക്ക് തോന്നുന്നു 300-400 രൂപയ്ക്ക് മോട്ടർ കിട്ടും ഇതിൻ്റെയൊക്കെ ഈ എയറേഷൻ സിസ്റ്റം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യന്മാരൊക്കെ അതെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടി വരില്ല. വലിയ മീനുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ പക്ഷേ അത്രത്തോളം ആയില്ലെങ്കിൽ ബാക്കി വരുന്ന മീൻ തിരിച്ച് നമുക്ക് കുടിക്കാൻ തിരിച്ചു തന്നെ ഇടാം. നമ്മളിതിൽ കൂടുതൽ ഇടുന്നില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം പിടിക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം നമ്മുടെ ഒരു സാധാരണ ഒരു മീൻ വളർത്തൽ തുടങ്ങേണ്ട ഒരു കർഷകൻ പ്രത്യേകിച്ച് ഒരു 10 സെന്റ് വേണ്ടി വരുമോ ഇത്രയും തുടങ്ങാൻ? ഏകദേശം ഒരു 10 സെന്റ് ഒരു 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ 3 ടാങ്ക്. ഇതിന്റെ സംഭരണശേഷി എത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ 160 മീറ്റർ ക്യൂബുള്ള സംഭരണശേഷിയുള്ള വലിയ 3 ടാങ്കുകളിൽ നമുക്ക് ഇത് തുടങ്ങും. ഇതിൻ്റെ റൂഫിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നല്ല ഗംഭീരമാണ്. അപ്പം നല്ല തുറസായ സ്ഥലം വേണം, എയർ സർക്കുലേഷനൊക്കെ ഉള്ള ഒരു നല്ല സ്ഥലത്ത് നമ്മൾ തുടങ്ങിയാൽ ഈ പറയുന്ന പോലെ വളരെ ലാഭകരമായിരിക്കും. അതിന് ഇവർ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് മാത്രമേ. അത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇരിക്കും. ചില മീൻ കുളത്തിലൊക്കെ പോകുമ്പോൾ ഈ കോഴി വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ദഹിക്കാതെ പോലും നമ്മൾ കണ്ടിക്കുമ്പം ഈ മീനിന്റെ വയറ്റിൽ ആ സാധനം എടുത്തു വരും. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു തികച്ചും ശാസ്ത്രീയമായിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് മീനിന്റെ ടേസ്റ്റും കൂടുതലാണ്, മറ്റുള്ള ദുർഗന്ധങ്ങളോ അരുചികളോ ഒന്നും ഇതിന് ഇല്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ ഈ ബയോഫ്ലോക്കിൽ വളർത്തുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത്? നമുക്ക് ഇതിൻ്റെ അകത്ത് തിലാപ്പിയാണുള്ളത്. നമുക്ക് മറ്റു കുളങ്ങളുണ്ട്, അതിൽ നമ്മൾ വാള, പിന്നെ നട്ടർ, ജാൻ ഗൗരാമി അങ്ങനെ ഇനങ്ങൾ, കരിമീനൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ കരിമീനും ഈ തിലോപ്പിയും തമ്മിൽ കണ്ട വലിയ വ്യത്യാസമൊന്നും ഒറ്റ നോട്ടത്തിൽ രണ്ടും ആളെ പറ്റിക്കുന്ന സാധനമാണ്. ഇത് വെച്ചിട്ട് പലരും കരിമീൻ്റെ വില വാങ്ങുന്നുണ്ട്. ഉറപ്പായിട്ട് ശരിക്കും നമുക്ക് അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നല്ല കരിമീൻ കഴിച്ച് ഉള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാം ഇത്. പക്ഷേ ഈ ഒരു മീൻ നമ്മൾ നന്നായിട്ട് ഒരു ഡീപ് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിമീനാണെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. ഇതിന് മാംസം കൂടുതലുള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ കരിമീൻ അത്ര മാംസം കുറവാണല്ലോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ, ഭാവിയിൽ നമ്മൾ ഇവിടുന്ന് മീനെ പിടിച്ച് തന്നെ ഫ്രൈ ആക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. അല്ല, നമ്മളിപ്പോൾ നിലവിലുണ്ട്. നിലവിൽ നമ്മൾ മീൻ നന്നാക്കി കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ക്യാൻറ്റീനിൽ നമ്മളത് വറുത്തവർ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹട്ടുകളുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇതുപോലെ ഇനി താമസക്കാർ വരുമ്പോൾ ഇതുപോലെ അവർക്ക് അവരുടെ മുന്നിൽ വെച്ച് മീനെ പിടിക്കുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, ഉറക്കുന്നു, കറി വെച്ച് കൊടുക്കുന്നു. അത് നമ്മൾ ചെയ്യുമല്ലേ? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇത്തരത്തിലുള്ള ഈ ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ മത്സ്യകൃഷി രീതി അത് വളരെ ലാഭകരമാണ് എന്ന ഒരു സന്ദേശമാണ് നമുക്കിപ്പോൾ കുരിയോട്ടുമല ഫാമിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ സാർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഈ കർഷകരോട് എന്തെങ്കിലും ഡോക്ടർക്ക് പറയാനുണ്ടോ? ഈ ഒരുപക്ഷെ ഒരു പുതിയൊരു കർഷകൻ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് അവരോട് പറയുന്നത്? ഒരു വിലയിരുത്തൽ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര പ്രോത്സാഹനമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ആവശ്യമായ സ്കീമുകളൊക്കെ നമുക്ക് കർഷകർക്ക് കിട്ടും. കൂടാതെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ആർക്കും ഇവിടേക്ക് സ്വാഗതം. ഇത് ഓൾസോ ടൂറിസം ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആര് വന്നാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ. ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പദ്ധതികൾ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ആൾക്കാരത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മീൻ ഉൽപ്പാദിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തോടെ മീൻ കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. പിന്നെ ഈ മീൻ വളർത്തൽ ശരിക്കും ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. മീനിനോട് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം.
കേട്ടല്ലോ. അപ്പം നമുക്ക് ഈ മീൻ വളർത്തലൊക്കെ പാഷനായി കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിരവധി കർഷകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇനി വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.